Hi all, welcome to CC Plus. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നവോദയ ക്ലാസ് 9ലേക്കുള്ള എൻട്രൻസ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ജാനുവരിയിലേക്കൊക്കെ അതിൻ്റെ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ. അപ്പം നെക്സ്റ്റ് മന്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരും. അപ്പം നമ്മളുടെ ഈ ഒരു സമയം നല്ലതായിട്ട് നിങ്ങളത് ഉപയോഗിക്കുക. നമ്മളുടെ കയ്യിൽ ഇനി മാസങ്ങളിൽ നമ്മുടെ കയ്യിൽ സമയമുണ്ട്. അപ്പം അത് വെറുതെ പോവുകയല്ല, നല്ല രീതിയിൽ നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജാനുവരിയിലെ എക്സാം ഫേസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇന്ന് ഞാൻ അതിലെ മാത്സിലെ ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് A is to B is 3 is to 4, then 6A plus B is to 4A plus 5B is. നോക്കണം, A is to B രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ അല്ലെങ്കിൽ രണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. A is to B 3 is to 4 ആണെങ്കിൽ നമ്മളവിടെ വീണ്ടും വേറൊരു റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. 6A plus B is to 4A plus 5B കാണാൻ ചോദിക്കുക. അപ്പം റേഷ്യോ തന്നിട്ട് വീണ്ടും ഒരു റേഷ്യോ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ആ എയുടെ സ്ഥാനത്ത് 3യും ബിയുടെ സ്ഥാനത്ത് 4ഉം ഇട്ട് കൊടുക്കുക അല്ലെ. അപ്പൊ അതിന് യഥാർത്ഥ ഒരു വാല്യൂ ഉണ്ടായിരിക്കാം എയ്ക്ക്. അതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? A is to B 3 is to 4 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? A എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം 3x, B എന്ന് വെച്ചാൽ 4x അല്ലെ. ഒരു നമ്പറാണ് അല്ലെ, 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഒരു നമ്പറാണ്. അതേപോലെ തന്നെ അതേ ടേം കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ 4നോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബിയും കിട്ടും. അതല്ലേ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മളോട് 6A plus B by 4A plus 5B ഇത് ചോദിച്ചാൽ നിങ്ങൾ എക്സ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എക്സ് ഇട്ടാലും നമ്മളത് കട്ടായി പോകും അല്ലെ. അപ്പൊ എക്സ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എയുടെ സ്ഥാനത്ത് 3യും കൊടുക്കുക, ബിയുടെ സ്ഥാനത്ത് 4ഉം കൊടുത്ത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തേ. 6 into 3 18 plus 4 by 4 into 3 12 plus 5 into 4 20. Okay, solve ചെയ്തേ. 18 plus 4 22, 12 plus 20 32 അല്ലെ. 2 വെച്ച് കട്ട് ചെയ്തേ. 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 11 ആയി. ഇവിടെ 2 വെച്ച് കട്ട് ചെയ്താൽ 16. 11 is to 16. ഓപ്ഷൻ ഡി 11 is to 16. ക്ലിയർ അല്ലേ? Next question. The ratio of zinc and copper in a brass piece is 13 is to 7. How much zinc will be there in 100 kilogram of such a piece? ഒരു ബ്രാസ് പീസിൽ സിങ്കിന്റെയും കോപ്പറിന്റെയും റേഷ്യോ തന്നേക്കുന്നത് 13 is to 7 ആണ്. സിങ്ക് ഈസ് ടു കോപ്പർ എന്ന് വെച്ചാൽ 13 is to 7 ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് സിങ്ക് നമുക്ക് എന്താ പറയുക, നമ്മൾ A 3x B 4x എന്ന് പറഞ്ഞില്ലേ, അതേപോലെ സിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പറയാം? 13x ആണ് സിങ്ക്. കോപ്പർ എന്ന് പറയുന്നതോ 7x ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ സിങ്ക് 13x ഉണ്ട്, കോപ്പർ 7x ഉണ്ട്. ഇനി ഹൗ മച്ച് സിങ്ക് വിൽ ബി ദർ ഇൻ 100 kilogram ഓഫ് സച്ച് പീസ്. അങ്ങനെ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ബ്രാസ് പീസ്, അതായത് രണ്ട് ബ്രാസ് പീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണുള്ളത്? സിങ്ക് ഉണ്ട്, കോപ്പർ ഉണ്ട്. അപ്പൊ ബ്രാസ് പീസ് നമുക്ക് എങ്ങനെ പറയാം? 13x plus 7x ഇതല്ലേ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ബ്രാസ് പീസ് എന്ന് പറയുന്നത്. അപ്പൊ 13x plus 7x 20x. ആ ടോട്ടൽ എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത്? 100 kilogram ബ്രാസ്. ടോട്ടൽ ആ ബ്രാസ് 100 kilogram ആണെങ്കിൽ അതിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കുന്നത്. 100 ടോട്ടൽ 20x, അത് 100 ആണെങ്കിൽ സോ 20x 100 ആയാൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 100/20. അപ്പൊ എന്ത് വരും? 5 എന്ന് കിട്ടും. അതായത് ഈ എക്സിന്റെ വാല്യൂ 5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സിങ്ക് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 13 into 5. കോപ്പർ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 7 into 5. നമ്മളോട് ചോദിച്ചത് മാത്രം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടും കണ്ടുപിടിക്കാം, സിങ്കും കണ്ടുപിടിക്കാം, കോപ്പറും കണ്ടുപിടിക്കാം. നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഹൗ മച്ച് സിങ്ക് എത്ര ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് ഇതാണ് വേണ്ടത്. 13 into 5 15 65. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ എ 65 kilogram. ക്ലിയർ ആണോ? Next question. The ratio of boys and girls in a school of 720 students is 7 is to 5. How many more girls should be admitted to make the ratio 1 is to 1? എന്താണ്? ഒരു ക്ലാസ്സിൽ ഒരു സ്കൂളിലെ ബോയ്സിന്റെയും ഗേൾസിന്റെയും റേഷ്യോ തന്നേക്കുന്നുണ്ട്. എന്താണ്? 7 is to 5. അതേപോലെ ആ ക്ലാസ്സിലെ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 720 സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ. ടോട്ടൽ എന്ന് വെച്ചാൽ എത്ര ഉണ്ട്? 720 സ്റ്റുഡൻസ് ഉണ്ട്. അതിന്റെ റേഷ്യോ എന്താണ്? ബോയ്സ് 7x, ഗേൾസ് 5x. ആ റേഷ്യോ എന്നാൽ ഇങ്ങനെ എഴുതാൻ മതി. നമുക്ക് എളുപ്പമാണ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ബോയ്സ് 7x, ഗേൾസ് 5x.
സോ ടോട്ടൽ 720 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ബോയ്സും ഗേൾസും കൂടെ ചേരുമ്പോഴല്ലേ ടോട്ടൽ. ദാറ്റ് ഈസ് 7x plus 5x equal to 720. That is 12x equal to 720. X will be equal to 720 by 12. സോൾവ് ചെയ്തേ. 12 നിങ്ങൾക്ക് കട്ട് ചെയ്യാം, ചിലർ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 12 into 6 ആണ് 72 അല്ലെ. സോ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് വരും? 60 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും ചോദിക്കുന്ന കാര്യം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഹൗ മെനി മോർ ഗേൾസ് ഷുഡ് ബി അഡ്മിറ്റഡ് ടു? എത്ര മോർ ഗേൾസ്? അപ്പൊ ഇപ്പൊ എത്ര ഗേൾസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചൂടെ? ഈ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ എത്ര ബോയ്സ് ഉണ്ട്, ഇപ്പൊ എത്ര ഗേൾസ് ഉണ്ട് നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ ഇപ്പൊ എത്ര ബോയ്സ് ഉണ്ട്? 7 into 60 എത്രയാണ്? 420 ബോയ്സ് ഉണ്ട്. ഇപ്പൊ എത്ര ഗേൾസ് ഉണ്ട്? 5 into 60 അല്ലെ. ഗേൾസ് എത്ര ഉണ്ട്? 5 into 60 300. ഇനി എന്താ പറയുന്നത്? ഗേൾസ്, ബോയ്സിന് മാറ്റമൊന്നുമില്ല, ഗേൾസ് എത്രയോ പേരും കൂടെ വന്നു. അതായത് ഇപ്പം ബോയ്സ് 420 ഉണ്ട്, ഗേൾസ് എന്തായി? 300 plus എക്സും കൂടെ ആയി അല്ലെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എത്രയോ ഗേൾസും കൂടെ വന്നു, അവരുടെ റേഷ്യോ 1:1. 1:1 റേഷ്യോ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈക്വൽ ആണെന്ന് അർത്ഥം അല്ലെ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, 420 by 300 by plus x equal to 1/1. That means അങ്ങനെ എക്സും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവർ രണ്ടും ഈക്വൽ ആയി എന്നർത്ഥം. അതാണ് റേഷ്യോ 1:1 എന്ന് പറയുന്നത് അല്ലെ. 50:50. നോക്കിയേ, ദാറ്റ് ഈസ് 420:300 plus r. ഇനി r അല്ല എക്സ്. ഓക്കെ, എക്സ്. ഇനി അത് സോൾവ് ചെയ്താൽ പോരായോ? സോ എക്സ് വിൽ ബി ഈക്വൽ ടു 420 minus 300. That is 120. Option C 120. ക്ലിയർ ആണോ? ഇനി നമ്മൾ ഈ ഗേൾസിന്റെയും ബോയ്സിന്റെയും എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എക്സ് വെച്ച് ചെയ്തു. ഒരു എളുപ്പമാർഗ്ഗം ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് നമ്പേഴ്സ് ഒക്കെ മനസ്സിൽ കുറച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാനൊന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞല്ലോ, 7x എന്നും 5x എന്നും കൊടുക്കുക, നിങ്ങൾ ആ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അത് തന്നെയാണ്. അങ്ങനെ എക്സ് എന്നൊക്കെ എഴുതാതെ പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ്. ശ്രദ്ധിച്ചേ, അതൊന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. 7:5, അതായത് ബോയ്സ് ഇതാണ്, ഗേൾസ് ഇതാണ്, 7:5 അല്ലെ. അപ്പൊ ടോട്ടൽ നിങ്ങൾ വിചാരിക്കുക 7 ബോയ്സ് ഉണ്ട്, 5 ഗേൾസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര വരും? 7 plus 5 12 അല്ലെ. ഇവിടെ ഇങ്ങനെ വിചാരിച്ചാൽ നമ്മൾ 7 ആണെന്നും 5 ആണെന്നും വിചാരിച്ചാൽ 12 ആണ്. ഇനി നിങ്ങൾ നോക്കിയേ, ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്? 720. അപ്പൊ ഈ 12ന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 720 വരുന്നത്. എങ്കിൽ ഈ 5നും 7നും കറസ്പോണ്ടിങ് എന്താന്ന് കണ്ടുപിടിക്കാം. അതിന് ഇത്രയും ചെയ്താൽ മതി. 12നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 720 കിട്ടും? 12നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ, നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഇനി അതല്ല, 12നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 720 അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 720 divide by 12 ചെയ്ത് നോക്കുക. അത്രയല്ലേ? അപ്പൊ നമുക്ക് കിട്ടും 60 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 12നെ into 60 ചെയ്യുമ്പോഴാണ് നമുക്ക് 720 വരുന്നത്. എങ്കിൽ അത് തന്നെ ഇവിടെയും into 60 ചെയ്യുക, ഇവിടെയും into 60 ചെയ്യുക. നോക്കിയാൽ 7 into 60 420, 5 into 60 300. ആ എണ്ണം കണ്ടുപിടിക്കാം. ജസ്റ്റ് എക്സ് എന്ന് എഴുതുന്നതിന് പകരം പെട്ടെന്ന് ചെയ്യുന്നു. അത് നമുക്ക് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മൾ ബാക്കി സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. ഗേൾസ് എക്സും കൂടെ ആഡ് ചെയ്താൽ അവർ ഈക്വൽ ആയി. 1:1 എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? അവര് രണ്ടുപേരും ഈക്വൽ ആയി. ക്ലിയർ ആണോ? നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത സ്റ്റെപ്പിൽ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കിയേ, സിങ്ക് ഈസ്റ്റ് കോപ്പർ. സിങ്ക് ഈസ്റ്റ് കോപ്പറിന്റെ റേഷ്യോ 13:7 ആണ് അല്ലെ. സോ ടോട്ടൽ ബ്രാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ? സിങ്ക് 13 ആണെന്ന് വിചാരിക്കുക, കോപ്പർ 7 ആണെന്ന് വിചാരിക്കുക. എങ്കിൽ ടോട്ടൽ എത്ര ഉണ്ട്? 13 plus 7 20. ഈ 20 എത്രന്നാ പറഞ്ഞേക്കുന്നത്? ടോട്ടൽ 100 കിലോഗ്രാം ആണെന്ന്. അപ്പൊ 20 100 ആയാൽ നമുക്ക് വേണ്ടത് എന്താ? സിങ്ക്. അതായത് 13 എങ്ങനെ മാറും? എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണെന്നാണ് ചോദിക്കുന്നത്. 20 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 ആവുന്നത്? into 5 അല്ലെ, into 5. സോ അത് തന്നെ നമ്മൾ ഇവിടെയും ചെയ്യുന്നു. 13 into 5 65. പെട്ടെന്ന് കിട്ടത്തില്ലേ? ആ എക്സ് ചെയ്യുന്നത് തന്നെയാണ്, കുറച്ചുകൂടെ നമുക്ക് ആലോചിച്ച് നമുക്ക് ചെയ്യാം. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് മസ്റ്റ് ബി ആഡഡ് ടു ഈച്ച് ടേം ഓഫ് ദ റേഷ്യോ 49:68 so that it become 3:4. രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ 49ഉം 68. ഈ റേഷ്യോയുടെ കൂടെ ഏത് ടേം ആഡ് ചെയ്താലാണ് റേഷ്യോ 3:4 ആവുന്നതെന്ന്. ക്ലിയർ ആണോ? ഞാൻ പറയുന്നു രണ്ടിനകത്തും കൂടെ ഞാൻ എക്സ് ആണ് ആഡ് ചെയ്യുന്നത് ഞാൻ അങ്ങ് വിചാരിക്കുന്നു. ലെറ്റ് ഇറ്റ് ബി എക്സ്. വാട്ട് മസ്റ്റ് ബി ആഡഡ്? ഞാൻ പറയുന്നു എക്സ് ആഡ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് നമ്പർ എങ്ങനെ? 49 plus x, രണ്ടാമത് 38 plus x. ഇങ്ങനെ എക്സ് ആഡ് ചെയ്ത് കഴിയുമ്പം അവരുടെ റേഷ്യോ എന്തായി?
3:4, 3/4. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സ് കിട്ടത്തില്ലേ? ചെയ്തേ. നമുക്കറിയാമല്ലോ എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്നുള്ള ഫോമിൽ നമ്മൾ എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്? എ ഇൻറ്റു ഡി ഈക്വൽ ടു ബി ഇൻറ്റു സി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 4 into 49 plus x will be equal to 3 into 68 plus x. Solve ചെയ്തേ. 4 into 49 36 390. 196 plus 4x equal to 3 into 68 24 204 പ്ലസ് 3x. ഇനി എന്താ? എക്സ് എല്ലാം ഒരു സൈഡിൽ, കോൺസ്റ്റന്റ് എല്ലാം മറ്റൊരു സൈഡിൽ. നോക്കിയേ 4x. ഈ 3x ഇവിടെ വരുമ്പോൾ നെഗറ്റീവ് 3x ആകും. ഇനി ഈ നമ്പർ 196 അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ അത് നെഗറ്റീവ് ആകും. ദാറ്റ് ഈസ് 204 മൈനസ് 196. സോൾവ് ചെയ്തേ. 8908. That is 4x minus 3x 1x. X will be equal to എന്ത് വരും? 8 വരും അല്ലെ? അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് 8 എന്ന് കിട്ടി. അതായത് 8 ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? ഈ റേഷ്യോ 3/4 ആവുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ 49 ആണ് 68 ആണെന്ന് പറഞ്ഞു. ആ ആഡ് ചെയ്ത നമ്പർ എക്സ് ആണെന്ന് കരുതി. അപ്പൊ നമ്മൾ അത് ആഡ് ചെയ്തു അല്ലെ? 49 plus x 68 plus x. ഇതിന്റെ റേഷ്യോ എന്താണ്? 3/4 ആണ്. ക്ലിയർ ആണോ? ഇനി ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാമെന്ന് വെച്ചാല് 49 68 അല്ലെ? നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്ത് നോക്കാം. അതായത് ഫസ്റ്റ് ഓപ്ഷൻ +11 ആഡ് ചെയ്യുന്നു, ഇവിടെയും 11 ആഡ് ചെയ്യുന്നു. ഈ ചെയ്തതിന്റെ റേഷ്യോ 3/4 കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. മനസ്സിലായോ? ഇപ്പം നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കുന്നു. നോക്കിപ്പം 49 plus 11 എത്ര വരും? 60 അല്ലെ? Then 68 plus 11 എത്ര വരും? 79. ഇതിന്റെ റേഷ്യോ വരുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അതല്ല. ഇനി അടുത്ത 10 വെച്ച് നോക്കുന്നു. 49 plus 59 then എന്താണ് ഇവിടെയും 10 എന്ത് വരും? 78. ഇത് കട്ട് ചെയ്ത് പോകുന്നുണ്ടോ നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ അത് ട്രയൽ ആൻഡ് എറർ ആണ്. ഇപ്പൊ നാലാമത്തെ ഓപ്ഷൻ ആണ്. അപ്പൊ ഇത്രയും ചെയ്യണം. ഇൻ കേസ് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഓപ്ഷൻ ഫസ്റ്റ് എ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയാനെ. ഓക്കെ, ഇപ്പൊ 4 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ 4 ചെയ്ത് നോക്കാം. Next question. Income of A and B are in the ratio 3:2 and their expenditures are in the ratio 5:3. If each save rupees 1,500, then B's income. ഒരാളുടെ ഇൻകം, സേവിങ്സ്, എക്സ്പെൻഡിച്ചർ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻകത്തിൽ നിന്ന് സേവിങ്സ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെൻഡിച്ചർ അല്ലെ? ഇൻകം മൈനസ് സേവിങ്സ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. ഇനി ഇങ്ങനെ തന്നെ പറയണമെന്നില്ല. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു സേവിങ്സ്, ഇങ്ങനെയും പറയാം. ഇനി ഇങ്ങനെയും പറയാം. എക്സ്പെൻഡിച്ചറും സേവിങ്സും കൂടെ ആഡ് ചെയ്യുന്നത് ഇൻകം അല്ലെ? ഇൻകം ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്, എങ്ങനെ വേണമെങ്കിലും പറയാം. എന്താണ്? ഇൻകം മൈനസ്, ഇൻകത്തിൽ നിന്ന് സേവിങ്സ് മൈനസ് ചെയ്താൽ എക്സ്പെൻഡിച്ചർ കിട്ടും. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്താൽ സേവിങ്സ് കിട്ടും. ഓക്കെ, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. 2 റേഷ്യോ തന്നിട്ടുണ്ട്. ഇപ്പൊ 2 വേരിയബിൾ എടുത്ത് ചെയ്യാം, അല്ല ഒറ്റ വേരിയബിൾ എടുത്ത് ചെയ്യാം. ചെയ്യാൻ എളുപ്പം ഏതാണ്? ഒറ്റ വേരിയബിൾ എടുത്ത് ചെയ്യുന്നതായിരിക്കും എളുപ്പം. എക്സും വൈയും ആയാൽ കാൽക്കുലേഷൻ നമുക്ക് കൂടുതലാണ്. അപ്പൊ എങ്ങനെ ചെയ്യാം നോക്കിയേ. എയുടെയും ബിയുടെയും ഇൻകം തന്നിട്ടുണ്ട് 3:2. അപ്പൊ നമ്മളോട് ചോദിക്കുന്നതും ഇൻകം വാങ്ങണ്ട അല്ലെ? അപ്പൊ ഇൻകം ആണ് ചോദിക്കുന്നത്. സോ ഇൻകം ഓഫ് എ ഞാൻ എന്തെടുത്തു? 3x എന്നെടുത്തു. ഇൻകം ഓഫ് ബി ഞാൻ എന്തെടുത്തു? 2x എന്നെടുത്തു. ക്ലിയർ ആണോ? ഇൻകം ഓഫ് എ 3x എന്നും ഇൻകം ഓഫ് ബി 2x എന്നും. നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചർ 5 ആ വേരിയബിൾ കൊടുക്കരുത്, മറ്റെന്തെങ്കിലും വേരിയബിൾ കൊടുക്കാം. 5y എന്നും 3y എന്നും അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യണ്ട. നോക്കിയേ, ഇനി ഇൻകത്തിന്റെ റേഷ്യോ ആണ് ഇത്. ഇൻകത്തിൽ നിന്ന് ഇനി 2 പേരും സേവ് ചെയ്യുന്നത് 1,500 ആണ് അല്ലെ? ഇൻകത്തിൽ നിന്ന് സേവിങ്സ് നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെൻഡിച്ചർ കിട്ടും അല്ലെ? അപ്പൊ എയുടെ എക്സ്പെൻഡിച്ചർ നമുക്ക് എന്ത് പറയാം? ഇൻകമായ 3xൽ നിന്ന് 1,500 മൈനസ് ചെയ്താൽ എക്സ്പെൻഡിച്ചർ ഓഫ് എ ആയി. ഇനി എക്സ്പെൻഡിച്ചർ ഓഫ് ബി എന്ത് കിട്ടും? ഇൻകമായ 2xൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 1,500 മൈനസ് ചെയ്താൽ എക്സ്പെൻഡിച്ചർ ഓഫ് ബിയും കിട്ടും അല്ലെ? ഈ എയുടെയും ബിയുടെയും എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ എത്ര തന്നേക്കുന്നത്? 5:3 തന്നിട്ടുണ്ട് അല്ലെ? റേഷ്യോ, അതായത് ഇതേ ബൈ ഇത് വിൽ ബി ഈക്വൽ ടു 5/3 ആണ്. ഇനി ഇത് സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ ആയില്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 3 into 3x minus 1,500 equal to 5 into 2x minus 1,500. ക്ലിയർ ആണോ? സോൾവ് ചെയ്തേ. 3 into 3x 9x
മൈനസ് 3 into 1500, 3 into 15 45 അല്ലെ, 45 14500 മൈനസ് 5 into 2 10x മൈനസ് 5 into 1500, 5 into 15 75 അല്ലെ, 7500. നിങ്ങളത് കാൽക്കുലേഷൻ സൈഡിൽ അത് ചെയ്ത് സോൾവ് ചെയ്തോളാം. ഓക്കെ, ദെൻ എക്സ് എല്ലാം ഒരു സൈഡില്, കോൺസ്റ്റൻസ് എല്ലാം ഒരു സൈഡിൽ. ഈ 9x ഇപ്പുറത്ത് പോകുന്നു, അത് മൈനസ് ആയി. 10x മൈനസ് 9x. നിങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ടും എടുക്കാൻ കേട്ടോ, അവിടെ നെഗറ്റീവ് വരും, രണ്ട് സൈഡില് നെഗറ്റീവ് വരും, അത് കട്ടായി പോയിക്കോളും. ഓക്കെ, ദെൻ ഇത് ഈ 7500 ഇപ്പുറത്ത് വരുമ്പോൾ അത് നെഗറ്റീവ് പോസിറ്റീവ് ആയി. ദാറ്റ് ഇസ് 7500 മൈനസ് 4500. ഓക്കെ, സോൾവ് ചെയ്യാം. 10x മൈനസ് 9x എന്ത് വരും? എക്സ് ഈക്വൽ ടു 7500 മൈനസ് 4500, 0 0 0 3. ഇപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് വന്നു? 3000. ക്ലിയർ അല്ലേ? ഇൻകം 3x ഒന്ന് കൊടുത്തു, ബിയുടെ ഇൻകം 2x എന്ന് കൊടുത്തു. ഇൻകത്തിൽ നിന്ന് നമ്മൾ സേവിങ്സ് മൈനസ് ചെയ്യുന്നു, അപ്പൊ നമുക്ക് എക്സ്പെൻഡിച്ചർ കിട്ടും അല്ലെ. അങ്ങനെ രണ്ടിന്റെ എക്സ്പെൻഡിച്ചർ ഓഫ് എയും കിട്ടി, എക്സ്പെൻഡിച്ചർ ഓഫ് ബിയും കിട്ടി. അതിന്റെ റേഷ്യോ എന്താ തന്നേക്കുന്നു? 5/3 തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ റേഷ്യോ എടുത്തു ചെയ്തു അല്ലെ. ഇനി എന്താ ചെയ്യുന്നത്? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ക്ലിയർ അല്ലേ? സോൾവ് ചെയ്യുക. 3 into ഈ ടേമും ദെൻ അകത്തോട്ട് കയറ്റി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ എക്സ് എല്ലാം ഒരു സൈഡിലും കോൺസ്റ്റൻസ് എല്ലാം ഒരു സൈഡിലും ചെയ്ത് നമ്മൾ എക്സിന്റെ വാല്യൂ കിട്ടി 3000 അല്ലെ. എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചോദിക്കുന്നത്? ഇനി ബിയുടെ ഇൻകം. എയുടെ ഇൻകം വേണമെങ്കിൽ കണ്ടുപിടിക്കാം, ബിയുടെ ഇൻകം കണ്ടുപിടിക്കാം. ചോദിക്കുന്നത് ബിയുടെ ഇൻകം ആണ്. ദാറ്റ് ഈസ് 2x. ദാറ്റ് ഈസ് 2 into, പെട്ടെന്ന് കൊണ്ട് ഓപ്ഷൻ മാർക്ക് ചെയ്ത് കേട്ടോ, നമ്മുടെ 3000 ഒക്കെ ഓപ്ഷനിൽ കിടപ്പുണ്ട്. പെട്ടെന്ന് അത് ചെയ്യുന്നു, അടിവരയിടുന്നു, ഓപ്ഷൻ മാർക്ക് ചെയ്യല്ല. എന്താണോ ചോദിക്കുന്നത് അത് ക്ലിയർ ആയിരിക്കണം. ബിയുടെ ആണ് ചോദിക്കുന്നത്. സോ 2 into 3000, ദാറ്റ് ഈസ് 6000. സോ ഓപ്ഷൻ എ 6000. ക്ലിയർ അല്ലേ? Rupees 770 have been divided among A, B, C in such a way that A receives 2/9 of what B and C together receive. Then A's share. Rupees 770 ആർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു? എക്ക്, ബിക്ക്, സിക്ക്, അങ്ങനെ 3 പേർക്കാർ ഡിവൈഡ് ചെയ്ത് കൊടുത്തു അല്ലെ. ഇൻ സച്ച് എ വേ ദാറ്റ്, അതായത് 770 rupees ആർക്കൊക്കെയാ? എക്ക്, ബിക്ക്, സിക്ക്. അതായത് എക്ക് കിട്ടിയത് പ്ലസ് ബിക്ക് കിട്ടിയത് പ്ലസ് സിക്ക് കിട്ടിയത്, അത് 3 കൂടെ കൂട്ടിയാൽ 770 ആണ്. അതായത് എക്ക് ഞാൻ എ കിട്ടിയെന്ന് പറയുന്നു, ബിക്ക് ബി, സിക്ക് സി, അത് 3 കൂടെ കൂട്ടിയാൽ 770 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി പറയുന്നത് എ റിസീവ് 2/9 ഓഫ് വാട്ട് ബി ആൻഡ് സി ടുഗദർ റിസീവ്. എന്താ എക്ക് എന്താ കിട്ടിയെന്ന് ചോദിച്ചാൽ 2/9 ഓഫ് what B and C together receive അല്ലെ. ബിക്കും സിക്കും കിട്ടിയത് ബി പ്ലസ് സി അല്ലെ, അതിന്റെ 2/9 ആണ് എക്ക് കിട്ടിയതെന്ന് അല്ലെ. അങ്ങനെ 2 ഇക്വേഷൻ ആയി. ദെൻ ഫൈൻഡ് എസ് ഷെയർ. എയുടെ ഷെയർ എത്ര എന്നാ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ, ഈ 2 എണ്ണമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. എ പ്ലസ് ബി പ്ലസ് സി നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഈ എ കണ്ടുപിടിക്കാനുള്ളൂ. അപ്പൊ എ ഇവിടെ ഓക്കെയാ. ഈ ബി പ്ലസ് സിയെയും കൂടെ എയുടെ ടേംസിൽ എഴുതാൻ പറ്റിയാൽ നമുക്ക് സോൾവ് ചെയ്യാം അല്ലെ. അപ്പൊ ഇത് നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. ഇവിടെ നിന്ന് എഴുതിയേ ഇതിന് ഇങ്ങോട്ട് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടായോ? 9a ഈക്വൽ ടു 2 into ബി പ്ലസ് സി. ഇനി ബി പ്ലസ് സിയുടെ വാല്യൂ പറഞ്ഞേ. ബി പ്ലസ് സി വിൽ ബി ഈക്വൽ ടു എന്ത് വരും? ഈ 2 ഇപ്പുറത്ത് വരും അല്ലെ. 9a/2. ക്ലിയർ അല്ലേ? ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് ഈക്വൽ ടു ഇപ്പുറത്ത് വന്നപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആയി. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈക്വൽ ടു ഇപ്പുറത്ത് വന്നപ്പോൾ അത് ഡിവിഷൻ ആയി. അപ്പൊ ബി പ്ലസ് സിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 9a/2 എന്ന് കൊടുക്കാം അല്ലെ. സോ ഇവിടെ എന്താ എഴുതാം? എ അതുപോലെ തന്നെ പ്ലസ് ബി പ്ലസ് സിക്ക് പകരം 9a/2 ഈക്വൽ ടു 770. ഇനി ഇതിപ്പോ എയിലുള്ള ഇക്വേഷൻ ആയില്ലേ, ഇത് സോൾവ് ചെയ്താൽ പോരായോ? സോൾവ് ചെയ്തേ. ഇത് a/1 പ്ലസ് 9a/2. ഓക്കെ, ക്രോസ് ചെയ്താല് 2a പ്ലസ് 9a/2 ഈക്വൽ ടു 770. 2a പ്ലസ് 9a 11a. 11a വിൽ ബി ഈക്വൽ ടു, ഈ 2 ഇവിടെ വരുമല്ലോ, 770 into 2. a വിൽ ബി ഈക്വൽ ടു 770 into 2/11. നിങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്തത് നമുക്ക് ഇവിടുത്തെ കട്ട് ഇങ്ങനെ ഇരുന്നോട്ടെ, എന്നിട്ട് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ 11 ഇവിടെ പോകുമ്പോ എന്തായി? 70 into 2 140. ക്ലിയർ അല്ലേ? സോ എയുടെ വാല്യൂ എന്ത് വരും?
140 rupees ആണ് എക്ക് കിട്ടുന്നത്. ഇനി ബിക്കും സിക്കും എന്ത് കിട്ടി നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തില്ല അല്ലെ. ഇത്രയും ഡേറ്റയിൽ നിന്ന് ബിക്കും സിക്കും കൂടെ എത്ര കിട്ടി എന്നുള്ളത് കണ്ടുപിടിക്കാം. അല്ലാതെ ബിക്ക് എത്ര കിട്ടി സിക്ക് എത്ര കിട്ടി എന്നുള്ളത് ഈ ഒരു തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ബിക്കും സിക്കും കൂടെ ഒരുമിച്ച് എത്ര കിട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബാഗ് കണ്ടെയ്ൻ ₹600 in the form of 1 rupee, 50 paise and 25 paise coins in the ratio 3:4:12. Find the number of 25 paise coins. ഒരു ബാഗിൽ 600 rupees ഉണ്ട്. എങ്ങനെയാണ്? 1 rupee, 50 paise, 25 paise കോയിൻസിന്റെ റേഷ്യോയിലാണ് തന്നേക്കുന്നത് അല്ലെ, 3:4:12. ദെൻ എത്ര 25 പൈസ കോയിൻസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ശ്രദ്ധിച്ചേ, ഒരു ബാഗിൽ ഏതൊക്കെയുണ്ട്? 1 rupee ഉണ്ട്, 50 പൈസ ഉണ്ട്, 25 പൈസ കോയിൻസ് ഉണ്ട്. ഇൻ ദ റേഷ്യോ എന്ന് പറഞ്ഞാൽ എ ബാഗ് കണ്ടെയ്ൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ എണ്ണം, അതിന്റെ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആണ് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് അതാണ് 3:4:12. അപ്പൊ ഞാൻ പറയുന്നു 3x 1 rupee ഉണ്ട്, 4x 50 പൈസ ഉണ്ട്, 12x 25 പൈസ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. റേഷ്യോ എന്നാൽ ഇങ്ങനെ എക്സിലല്ലേ പറയേണ്ടത്. നമ്പേഴ്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്പർ 3x ആണ്, 4x ആണ്, 12x ആണ്. അതേപോലെ ഈ കോയിനുകളുടെ എണ്ണത്തിന്റെ റേഷ്യോ ആണ് തന്നേക്കുന്നത് 3:4:12. അപ്പൊ ഞാൻ പറഞ്ഞു 1 rupee കോയിൻ 3x ഉണ്ട്, 50 പൈസ കോയിൻ 4x ഉണ്ട്, 25 പൈസ കോയിൻ 12x ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? എല്ലാം കൂടെ കൂട്ടിയാൽ, അതായത് ആ കോയിൻസ് എല്ലാം കൂടെ നമ്മൾ എടുത്ത് അതിന്റെ വാല്യൂ കൂട്ടുവാണെങ്കിൽ നമുക്ക് 600 കിട്ടും അല്ലെ. അപ്പൊ ഒന്ന് വാല്യൂസ് എടുത്തേ. 3x 1 rupee 3x ഉണ്ടെങ്കിൽ അത്രയും. 50 പൈസ നോക്കി, ഇതിപ്പോ പൈസയും റുപ്പീസും അപ്പൊ ഏതെങ്കിലും ഒരു യൂണിറ്റിലോട്ട് മാറ്റുക. 1 rupee എന്ന് പറഞ്ഞാൽ 100 പൈസയ്ക്ക് തുല്യമല്ലേ. അപ്പൊ 3x എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം 300x 1 rupee, എല്ലാം കൂടെ കൂട്ടിയാൽ 300x rupees ഉണ്ട്. 50 പൈസ 4x എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം 50 into 4x, that is 200x plus 25 into 12 മൾട്ടിപ്ലൈ ചെയ്തേ, എത്ര വരും? 300 അല്ലെ. 300x ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 600 rupees. അപ്പൊ ഞാൻ ഇതെല്ലാം പൈസയിലല്ലേ എഴുതിയേക്കുന്നത്, അതുകൊണ്ട് അതിനെയും പൈസയിലോട്ട് മാറ്റുക. 600 into 100. സോൾവ് ചെയ്തേ. 300 plus 300 600, 600 plus 200 800. 800x will be equal to 600 into 100. So x will be equal to 600 into 100 by 800. സീറോസ് ഒക്കെ കട്ട് ചെയ്ത് സോൾവ് ചെയ്തേ. 0 ഇവിടെ കട്ട് ചെയ്തു. ദെൻ 2 വെച്ച് കട്ട് ചെയ്താല് ഇവിടെ 3 ആയി, ഇവിടെ 4 ആയി. 4ഉം 100 കൂടെ കട്ട് ചെയ്തു 25. 25 into 3 75. ഞങ്ങൾ അത് സോൾവ് ചെയ്തോളുക. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? 75 എന്ന് കിട്ടും. ഇനി ചോദ്യം എന്താ? ഹൗ മെനി 25 പൈസ കോയിൻസ്? എത്ര 25 പൈസ കോയിൻസ് ഉണ്ടെന്ന് അല്ലെ. ദാറ്റ് മീൻസ് 12x 25 പൈസ ഉണ്ട്. സോ 12 into 75. 75 into 12. 10, 15, 5, 7. എത്ര വന്നു? 925 പൈസ കോയിൻസ് ആണുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്പറിന്റെ റേഷ്യോ ആയിരുന്നു, നമ്മൾ അതിനെ വാല്യൂവിലേക്ക് മാറ്റി അല്ലെ. 100 പൈസ 3x എണ്ണം ഉണ്ടെങ്കിൽ 300x rupees ഉണ്ട്. 50 പൈസ 4x എണ്ണം ഉണ്ടെങ്കിൽ 50 into 4, that is 200x അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഈ യൂണിറ്റ് കൺവേർഷൻ നടത്തിയത് എല്ലാവർക്കും അറിയാമല്ലോ. 1 rupees എന്ന് പറയുന്നതാണ് 100 പൈസ അല്ലെ. ഒരേ യൂണിറ്റിൽ വേണം എല്ലാം എഴുതാനായിട്ട്, അത് ശ്രദ്ധിക്കാം. ക്ലിയർ ആണോ? ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്നാണ് നമ്മൾ ഇനി ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ CC+ന്റെ നവോദയ കഴിഞ്ഞ വർഷത്തെ 2025 നവോദയ 9th എന്താണ് എൻട്രൻസ് എക്സാം എഴുതി അവർക്ക് പ്രവേശനം കിട്ടിയ കുട്ടികളുടെ ഫോട്ടോസാണിത്. അപ്പൊ അതുപോലെ തന്നെ അടുത്ത വർഷത്തെ 2026 നവോദയ എൻട്രൻസ് എക്സാമിനുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ടൈമിൽ എന്താണ് ഫുൾ സിലബസ് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഓരോ ടോപ്പിക് അനുസരിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അതേപോലെ തന്നെ അതിന്റെ ക്വസ്റ്റ്യനുകൾ, മോക്ക് ടെസ്റ്റുകൾ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ അതേപോലെ അതിന്റെ റെക്കോർഡഡ് വേർഷനുകളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ മെന്റർഷിപ്പ് പ്രോഗ്രാം എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒട്ടും സമയം കളയരുത്. ഉടനെ തന്നെ അടുത്ത എൻട്രൻസ് എക്സാം എഴുതാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ ഉടനെ ജോയിൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.